ഹലോ, നമ്മൾ ഷോർട്സൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇതുപോലെ ഹെഡ്ലൈൻസ് മലയാളത്തിൽ കൊടുക്കുക എന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇൻഫിനിറ്റ് പെയിൻറ്റർ ആപ്പാണ് കേട്ടോ ഓപ്പൺ ചെയ്യുന്നത്. അതൊന്ന് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരു ഇൻ്റർഫേസ് വരിക. അത് നമ്മളൊന്ന് സ്ക്രോൾ ചെയ്ത് കൊടുക്കട്ടെ ഈ ആഡ്സ് വരുമ്പോൾ. പിന്നെ നമ്മൾ എടുക്കേണ്ടത് ബ്ലാങ്ക് ക്യാൻവാസ് എടുക്കാം. അതിൽ പൊർട്രേറ്റ് മോഡ് എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഷോർട്ടല്ല എടുക്കുന്നത്. പിന്നെ നമ്മളത് ക്രിയേറ്റ് കൊടുക്കാം. പിന്നെ ഇത് ഈ ഒരു ഓപ്ഷനാണ് വരുന്നത്. അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്ക്രീനിലെ കളർ ഒന്ന് മാറ്റി കൊടുക്കാൻ കേട്ടോ. അപ്പോൾ നമുക്കിത് ഏത് കളർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ വൈറ്റാണ് എടുത്തിട്ടുള്ളത്. സ്ക്രീനിലത്തെ കളറാണ് കേട്ടോ. പിന്നെ അടുത്തത് വരുന്നത് നമുക്ക് ബ്രഷിൻ്റെ കളറാണ്. അപ്പോൾ നമുക്ക് ബ്രഷിൻ്റെ ഒരു ഓപ്ഷനില്ല, അതെടുക്കാം. അതിൽ പെൻസില്, മാർക്കർ, അങ്ങനെ കുറേ കളറുകളുണ്ട് പെൻസിലൊക്കെ. അപ്പോൾ അതിൽ ഞാനിപ്പോൾ എടുക്കാൻ പോകുന്നത് കലിഗ്രാഫിയാണ്. കലിഗ്രാഫിയിൽ നമുക്ക് സോഫ്റ്റ് ടെക്സ്ചർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. അതിൽ നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിലും കളർ ചേഞ്ച് കൊടുക്കാം. അതിൽ അടിയിലൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ എടുത്ത് നമുക്ക് ഇതിൽ നമുക്ക് എഴുതി കൊടുക്കേണ്ട കളർ എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയ കാരണം ബ്ലാക്ക് കളറാണ് കേട്ടോ ചൂസ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് കൈ വെച്ച് തന്നെ ചെറുതായിട്ടൊന്ന് എഴുതി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ സ്ക്രീനൊന്ന് സൂം ചെയ്തിട്ട് എഴുതുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് നല്ല ഭംഗിയിൽ തന്നെ എഴുതാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതേ ഞാൻ ഇപ്പോൾ വൈകുന്നേരം എന്നാണ് കേട്ടോ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എന്താണോ വീഡിയോയ്ക്ക് ആവശ്യം അതിനനുസരിച്ച് നമുക്കിവിടെ മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ശേഷം മുകളിൽ തന്നെ ഒരു 3 ഡോട്ട് ഉണ്ട്. ആ 3 ഡോട്ടിൽ നിൽക്കുമ്പോൾ എക്സ്പോർട്ട് ഉണ്ട്. ആ എക്സ്പോർട്ടിൽ PNG എടുക്കുക. പിന്നെ ഇതേ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് മാറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഓഫാക്കി കൊടുക്കുക. എന്നിട്ട് പിന്നെ നമ്മളിത് എക്സ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മൾ ഏത് ആപ്പിലാണോ ഇത് എഡിറ്റ് ചെയ്യുന്നത് വെച്ചാൽ ആ ആപ്പൊന്ന് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇതിൽ സ്റ്റിക്കറില്ലേ, ആ ഇതൊന്ന് ഓപ്പൺ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ നമ്മുടെ എഴുതിയത് അവിടെ കാണാം കേട്ടോ. അപ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് വീഡിയോയിൽ എവിടെ ഏത് ഭാഗത്തായിട്ടാണോ ഇത് വെക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒന്ന് കൊണ്ടുവച്ചിട്ട് നമുക്കിതൊന്ന് സൂം ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കുറച്ച് പേർക്കെങ്കിലും വീഡിയോ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ ബൈ.